കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളുടെ സാരമായിട്ടാണ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ഒരു സൂചന തന്നുകൊണ്ടാണ് അവസാനിച്ചത്. ശൗനകൻ ചോദിച്ച 7 ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് സൂതൻ പറഞ്ഞ മറുപടി. സൂതൻ പിന്നെ അതിന് മുമ്പ് ഉണ്ടായ കാര്യങ്ങൾ പറയുന്നു. ശ്രീ ശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊരു പാരമ്പര്യമൊക്കെ പറയുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നമുക്ക് നോക്കാനുള്ള ഭാഗവത മാഹാത്മ്യത്തിൻ്റെ മാഹാത്മ്യം എന്താണ്? എന്തിനാണ് ഈ ഭാഗവത മാഹാത്മ്യം ആദ്യം തന്നെ പറയുന്നത്? ഇത് ഭാഗവതത്തിലുള്ളതേ അല്ല, പത്മപുരാണത്തിലുള്ള ആദ്യത്തെ 6 അധ്യായമാണ് ഭാഗവത മാഹാത്മ്യം എന്ന് പറയുന്നത്. അപ്പം മറ്റൊരു പുരാണത്തിൽ നിന്ന് ഈ ഒരു ഭാഗവതം എടുത്ത് പറഞ്ഞ് അതിൻ്റെ ഒരു മാഹാത്മ്യം പറയണമെങ്കിൽ അതിൽ അത്ര കാര്യമായിട്ട് എന്തോ ഉണ്ട്. അങ്ങനെയുള്ള ആ സന്ദേശം എന്താണ്? അതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. അതായത് ആധ്യാത്മിക ശാസ്ത്രത്തിൽ ആനന്ദം എങ്ങനെ കിട്ടും, അതും ആനന്ദവും കൂടി എന്താണ് ബന്ധം, ഇതൊക്കെയാണ്. മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആജീവനാന്തം സുഖവും ദുഃഖവും നാശകളും നിരാശകളും അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ശാസ്ത്രം പറയുന്നു നമ്മൾ ഈശ്വരനിലാണ്, സർവത്ര ഈശ്വരനാണ്, ഈശ്വരൻ സർവവ്യാപിയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും ആനന്ദത്തിലല്ലേ വർത്തിക്കേണ്ടത്, ആനന്ദത്തിലല്ലേ ജീവിക്കേണ്ടത്? ഇതാണ് ഒരു ചോദ്യം. അപ്പോൾ താത്വികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആനന്ദത്തിൽ തന്നെയാണ് ജീവിക്കേണ്ടത്. പക്ഷെ നമ്മളെ സുഖദുഃഖങ്ങൾ ബാധിക്കുന്നുണ്ട്. അപ്പം സുഖദുഃഖങ്ങൾ എന്ന അവസ്ഥയിൽ നിന്നും ആനന്ദം എന്ന അവസ്ഥയിലേക്ക് നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഒരേ ഒരു ഉപായമേ ഉള്ളൂ, ഈശ്വര രൂപം ഓർമ്മിക്കുക എന്നുള്ളതാണ്. ഈശ്വര രൂപം ഓർമ്മിക്കുക എന്ന് പറയുന്നത് ഇനി കുറച്ചും കൂടി വിശദീകരിച്ച് പറയണ്ട. ഈശ്വരന് രൂപമുണ്ടോ എന്നൊരു ചോദ്യം അപ്പോൾ വരും. അതിനി നമുക്ക് മുന്നോട്ട് ചർച്ച ചെയ്യാനുള്ള വിഷയമാണ്. ഈശ്വര രൂപം ഓർമ്മിക്കുക, ഈശ്വര നാമം ജപിക്കുക, ഈശ്വര മഹിമ ഓർമ്മിക്കുക. ഇതൊക്കെയാണ് മരുന്ന്, സംസാര ദുഃഖത്തിനുള്ള മരുന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈശ്വര രൂപം ഓർമ്മിക്കുക, ഈശ്വര നാമം ജപിക്കുക, ഈശ്വര സ്മരണ നിലനിർത്തുക എന്നൊക്കെ പറയുമ്പം ഇതെല്ലാം കൂടി നമ്മൾ എത്തിച്ചേരുന്ന തലം സമർപ്പണം. സമർപ്പണ ഭാവത്തോടു കൂടി ജീവിക്കുക. സമർപ്പണം വലിയൊരു വാക്കാണ്. യശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതി മാം ത്വാം പ്രപന്നം എന്ന് അർജുനൻ പറഞ്ഞു. ആ സമർപ്പണ ഭാവം വന്നപ്പോഴാണ് അവിടെ ആത്മോപദേശം ലഭിച്ചത്. ആത്മോപദേശം ലഭിക്കുമ്പോഴേ, അല്ലെങ്കിൽ ആത്മോപദേശം കിട്ടി ആത്മജ്ഞാനം ഉണ്ടാവുമ്പോഴേ ആനന്ദം ഉണ്ടാവും. നമ്മൾ നമ്മളുടെ ആനന്ദാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മളിൽ നിന്ന് വളരെ അകലെയാണ്. നമ്മൾ നമ്മളുടെ സ്വരൂപത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമയത്തിനാണ് ദുഃഖം. സ്വരൂപത്തിനോട് അടുക്കും തോറും സുഖം. ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. അതുകൊണ്ടാണ് സമർപ്പണ ഭാവം ഉണ്ടാക്കിയെടുക്കണം പറയുന്നത്. ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം സമർപ്പണ ഭാവം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. സമർപ്പണ ഭാവത്തിന് 2 വിധത്തിലാണ്. മതപരമായ ചില സമർപ്പണങ്ങളുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ്, അങ്ങനെ അടിമത്തം അനുഭവിച്ച് ജീവിക്കുക. അവിടെ പിന്നെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. ദൈവം ഒരാളെ കൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി കൊല്ലും, പൊട്ടിത്തെറിക്കാൻ പറഞ്ഞാൽ പോയി പൊട്ടിത്തെറിക്കും. അത് ചോദ്യമൊന്നുമില്ല, ചോദിക്കാൻ അവർക്കുള്ള സ്വാതന്ത്ര്യം ഇല്ല. അങ്ങനത്തതുണ്ട്. അത് അടിമത്തമാണ്. അവർക്ക് അതിലാണ് താല്പര്യം. മേ ഖുദാക്ക ഗുലാം ഹൂ എന്നൊക്കെ പറയില്ലേ ഓരോരുത്തർ. ഹൈന്ദവ ശാസ്ത്രങ്ങൾ ഒരിക്കലും ഈ അടിമത്തം അംഗീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ അടിമയാവാനല്ല പറയുന്നത്, ദൈവത്തിൽ സമർപ്പിതമായ ജീവിതം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ സമർപ്പിത ഭാവം? ഹിന്ദുവിൻ്റെ ശാസ്ത്രങ്ങളിൽ, ഹൈന്ദവ ശാസ്ത്രങ്ങളിൽ പറയുന്ന സമർപ്പിത ഭാവം എന്ന് പറഞ്ഞാൽ അഹങ്കാര സമർപ്പണമാണ്. എന്നെ ഈശ്വരനിൽ നിന്നും അകറ്റി നിർത്തുന്നത് എന്താണോ അതിനെ ഞാൻ സമർപ്പിക്കുക, അതിനെ ഇല്ലാണ്ടാക്കുക. അപ്പോൾ ഞാൻ ഈശ്വരനുമായിട്ട് ഒന്നായി. നദി കടലിൽ ചേരുന്നത് പോലെ ഈ ഒരു സമർപ്പണ ഭാവമാണ് വേണ്ടത്. അതായത് നമ്മുടെ അഹങ്കാരം, ഈ തടസ്സത്തിന് നമ്മൾ പറയുന്ന പേരാണ് അഹങ്കാരം, അജ്ഞാനം എന്നൊക്കെ. അപ്പം അജ്ഞാനനാശമാണ് ആനന്ദ ജീവിതത്തിന് വേണ്ട കാര്യം. ഇതാണ് എല്ലാ ശാസ്ത്രവും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അടിമത്തമല്ല,
ആത്മസമർപ്പണമാണ് വേണ്ടത്. അടിമത്തത്തിനുള്ളൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ മതപരമായ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി ജീവിക്കേണ്ടി വരും. അവിടെ പുരോഹിതനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പുരോഹിതൻ പറയാണ് ഇതാണ് ശരി, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ ബാധ്യസ്ഥനായിട്ട് പോകുന്നു. അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മളുടെ ഹിന്ദു ശാസ്ത്രങ്ങളിലും ഈ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും നമ്മൾ എന്താ പറയുക പൂജാരിയോ ഇല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് അത് അംഗീകരിച്ച് അതുപോലെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരെ മറ്റുള്ളവർ ഉപയോഗിക്കാൻ തുടങ്ങും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. രാഷ്ട്രീയത്തിലൊക്കെ അത് വളരെ നന്നായിട്ട് കാണും. ചില പാർട്ടിയോടും ആദർശത്തിനോട് ഒരു അടിമത്തം വന്നു കഴിഞ്ഞാൽ ആ പാർട്ടി നേതാക്കൾ പറയുന്നത് അതേപടി അണികൾ അനുസരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അടിമത്തം നമ്മളുടെ ചിന്തിക്കാനുള്ള ശക്തിയെ ഇല്ലാണ്ടാക്കി കളയും. സമർപ്പണ ഭാവം വേണം, ദാസ്യഭാവം. ഹനുമാനാണ് ഉദാഹരണമായിട്ട് പറയാം. ശ്രീരാമൻ പറഞ്ഞാണ് ഹനുമാൻ എപ്പോഴും ശരി. കാരണം എന്താണ്? ഹനുമാൻ ശ്രീരാമനുമായിട്ട് ചേർന്നിരിക്കുന്നു. ഹനുമാൻ്റെ ശ്രീരാമൻ്റെ ഇടയ്ക്ക് വ്യത്യാസമില്ല. ഹനുമാൻ തന്നെ പറയുന്നുണ്ടത്. ആത്മഭാവത്തിൽ ഞാനും അങ്ങും ഒന്നു തന്നെയാണ്. ഈ ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആലോചിക്കാനുള്ളതാണ്. നമുക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ സുഖവും ദുഃഖവും നിരാശകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നമ്മൾ ഓർമ്മിക്കാനുള്ളത് ഞാൻ എന്നിൽ നിന്നും ഇല്ലെങ്കിൽ ഈശ്വരനിൽ നിന്നും അകലുന്നുണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അഹങ്കാരം ഉള്ളിടത്തോളം കാലമേ സുഖ ദുഃഖാദി അനുഭവങ്ങളുള്ളൂ. അതുകൊണ്ട് മനസ്സിൽ ആകുലതകൾ വരുന്ന സമയത്ത്, ദുഃഖങ്ങൾ വരുന്ന സമയത്ത്, വേദനകൾ വരുന്ന സമയത്ത് എനിക്ക് സമർപ്പണ ഭാവം ഇല്ല എന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ ഈ ദുഃഖങ്ങളൊക്കെ വരുന്നത് പോലും ഇതിനു വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഭാഗവതത്തിൽ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പം കുചേലൻ്റെ കഥകളൊക്കെ പഠിക്കും. അപ്പോൾ കുചേലൻ എന്തുകൊണ്ട് ഇത്രയും ദുഃഖമുണ്ടായി, ദാരിദ്ര്യമുണ്ടായി എന്ന ചോദ്യമൊക്കെ വരുമ്പം ഈ സമർപ്പണ ഭാവമാണ്. അവസാന സമർപ്പണത്തിൻ്റെ ഒരിത്തിരി അവസാനത്തെ കണിക എന്താ പറയുക അവില് അത് ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞു. പ്രാരബ്ധത്തിൻ്റെ പൂർണ്ണ സമർപ്പണം, അഹങ്കാരത്തിൻ്റെ പൂർണ്ണ സമർപ്പണമായിട്ട് അവില് സമർപ്പിച്ചു. അതോടുകൂടി കുചേലൻ്റെ കാഴ്ചപ്പാടൊക്കെ മാറി. സൃഷ്ടി മുഴുവൻ ഈശ്വരീയമാണ് എന്ന് കാണാൻ തുടങ്ങി. ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിന്ന്. അപ്പോൾ അഹങ്കാര സമർപ്പണം ഭാഗവത സന്ദേശത്തിൽ മുഖ്യമായിട്ടൊന്നുള്ളത് അഹങ്കാര സമർപ്പണം ഉണ്ടാവും. അഹങ്കാര സമർപ്പണം ഉണ്ടാവുമ്പോൾ നമുക്ക് ഈശ്വരനോട് അടുക്കാൻ പ്രേമഭക്തി എന്ന് പറയാം. പ്രേമഭക്തി ഈശ്വരനോട് അടുക്കാനുള്ള ആഗ്രഹത്തിനാണ് ഭക്തി, പ്രേമഭക്തി എന്ന് പറയുന്നത്. അല്ലാത്ത കുറേ ഭക്തികളുണ്ട്. ഭക്തന്മാരെ തന്നെ ഭഗവാൻ തരംതിരിച്ചിരിക്കുന്ന 4 വിധത്തിലാണ്. ചതുർവിധ ഭജന്തേ മാം ജന സുഹൃത്തിനോ അർജുന ആർത്തോ ജിജ്ഞാസുര അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. ഇതാണ് പറയുന്നത്. 4 ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി. 4ാമത്തെ വിഭാഗമാണ് ജ്ഞാനി. അപ്പോൾ ഭഗവാനോട് അഹങ്കാരം പൂർണ്ണമായി സമർപ്പിച്ച് ഭഗവാനോട് ചേർന്ന് ഭഗവാനുമായിട്ട് ലയിക്കുന്ന അവസ്ഥ, അതാണ് ജ്ഞാനിയുടെ അവസ്ഥ. അത് കാരണം ഈ 4 ഭക്തന്മാരിൽ ആദ്യം നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഭഗവാനെ ആശ്രയിക്കുന്നവർ, സുഖദുഃഖാദി അനുഭവങ്ങളിൽ വരുമ്പോൾ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർ, സ്ഥാനമാനങ്ങൾ, കുട്ടികൾ, കുടുംബം, ഇതിനു വേണ്ടിയൊക്കെ ഭഗവാനോട് ചോദിച്ചു വാങ്ങുന്ന ഭക്തിയുണ്ട്. ചിലർക്ക് ബുദ്ധിപരമായ അറിവിന് വേണ്ടിയിട്ട് ചോദിച്ചു വാങ്ങുന്നവരുണ്ട്, സ്ഥാനമാനങ്ങൾ ചോദിച്ചു വാങ്ങുന്നവരുണ്ട്. ഇതൊക്കെ ഭക്തി തന്നെയാണ്. പക്ഷേ അറിവില്ലായ്മ, അജ്ഞാനത്തിന് ഇല്ലാണ്ടാക്കാനുള്ള ഭക്തി, ജ്ഞാനിയാവാനുള്ള ശ്രമം, അതാണ് യഥാർത്ഥ ഭക്തി എന്ന് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ജ്ഞാനിയും ഞാനും വേറെ വേറെയല്ല എന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്.